വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ ഗാർഡൻ സെറ്റപ്പാണ് കാണിക്കാൻ പോകുന്നത്. മമ്മി ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഡെഫിനറ്റ്ലി മമ്മിക്ക് ഇവിടെ കാണുമ്പോൾ എവിടെ നിന്നെങ്കിലും ചെടികൾ പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന് മമ്മി അവിടെ ഒരു പൂന്തോട്ടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും മോംസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ബാംഗ്ലൂരിൽ ആ ടെറസിൽ എത്ര മാക്സിമം പറ്റും ആ രീതിയിലൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെന്നെങ്കിലും ഒരു നമ്മൾ ട്രാവൽ ചെയ്യുമെങ്കിൽ മമ്മി വിൽ ബി ലൈക്ക് സെർച്ചിങ് ഫോർ ദ പ്ലാന്റ്സ്. എന്ത് എടുത്തിട്ട് പോവാം, എവിടെ നിന്നെങ്കിലും അല്ല മോളിലൊക്കെ പോയി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ തണ്ട് പറിച്ചാൽ മതി, പക്ഷേ അത് നന്നായിട്ട് കിളിക്കും. അപ്പം നല്ല എന്താ പറയുക, പ്ലാന്റ്സിനോടുള്ള സ്നേഹം കാരണം. അപ്പോൾ അങ്ങനെ മമ്മി ഇവിടെ വന്നപ്പോൾ കുറേ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. പയറിൻ്റെ ഈ ചെടിയൊക്കെ മമ്മി വെച്ചതാണ്. അതേമാതിരി ഇതേ ചീരയുടെ അരിയൊക്കെ പാകിയത്, ചീരയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതേമാതിരി ഇതേ ശംഖുപുഷ്പം, ഇതൊക്കെ ഓൾറെഡി കിളിച്ച് വന്നു. ഒരു 2 വീക്സ് ബിഫോർ വന്ന് പാകിയതാണ്. അപ്പോഴേക്കും എല്ലാം ശരി. അതുമാതിരി ഇവിടെയും കുറേയൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ബാംബൂ പ്ലാന്റ് ആണ്. സാധാരണ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ എത്രയോ പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടല്ലേ മണി പ്ലാന്റ് ആണ്, ലക്കി പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇത് ഈ കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതെന്ത് ചെയ്യും, ഓരോ തണ്ടിങ്ങനെ പറിച്ചിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കുപ്പി കിട്ടുമ്പോൾ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കത് ഇൻഡോർ വെച്ച് നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ ഇവിടെ നമുക്ക് ജാസ്മിൻ ഫ്ലവർ ഉണ്ട്, അതിങ്ങനെ ഓരോന്ന് പോകുന്നത്. പിന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. മമ്മി ഓൾറെഡി അവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇന്നലെ ജസ്റ്റ് വാക്കിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് കുറേ റോഡ് സൈഡിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഈ നടുന്നത് ഓമ പപ്പായാണ്. സോ ഇത് വന്നിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, സൺഫ്ലവറിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതും റോഡ് സൈഡിൽ നിന്നതാണ്. സോ അങ്ങനെ ഒരു 3 എണ്ണം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനിയും കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. കറിവേപ്പില, അതേമാതിരി ഒരു വൈറ്റ് കളർ പൂ വരുന്നത്, എന്തോ അതിന് പറയുന്നത്, കനകാമ്പരം. സോ കനകാമ്പരത്തിൻ്റെ ചെടിയും ഇതുണ്ട്. അതും റോഡ് സൈഡിൽ നിന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വീടിൻ്റെ സൈഡായിരുന്നു അല്ലേ. അത് പുറത്തോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആണല്ലോ, വീട്ടുകാരുടെ. പിന്നെ മമ്മി ഇത് ഇവിടെ ഓൾറെഡി ഉള്ളതായിരുന്നു, പക്ഷേ ഇത് ഫുൾ വാടി നിന്നേ. നമ്മൾ സ്റ്റാർട്ടഡ് പോറിങ് വാട്ടർ. ഇപ്പോൾ നന്നായിട്ട് ഓരോന്ന് കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതും ഇവിടെ ഉള്ളതായിരുന്നു, ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. അതും ഇപ്പോൾ നന്നായിട്ട് കിളിച്ചു വരും. നേരത്തെ നോക്കുമ്പോൾ ആകെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. ഇത് ഞാനടുത്ത് കുത്തി വെച്ചതാണ്. ഇങ്ങനെ വരും. പിന്നെ ഇതെല്ലാം മമ്മി നട്ടതാട്ടോ. അവിടെ നിന്ന് ഓരോന്ന് കൊണ്ടുവന്നത് ഇങ്ങനെ പാകി കൊടുത്തതാണ്. അത് സ്ലോലി ജീവൻ വെച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഞാനൊരു അലുവേരയുടെ മമ്മി പറഞ്ഞ് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, അങ്ങനെ ഇതും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാവുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ ഒരു ചെമ്പയുണ്ട്, പക്ഷേ ഇതൊന്നും എപ്പോഴാണ് പൂക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഒരു തേങ്ങയൊക്കെ എപ്പോഴാണോ വീഴുന്നത്. ഇപ്പുറത്തെ വീട്ടുകാരുടെ അടുത്ത് ഡബ്ഡോളിക്ക ഉണ്ടെന്നത്. ചിലപ്പോൾ ഒക്കെ വീഴും കേട്ടോ. അവിടെ നല്ല എന്താ പറയുക, നന്നായിട്ട് പഴുത്ത് ഇങ്ങോട്ടൊക്കെ വീഴാറുണ്ട്. അങ്ങനെ വീണാണ് ഇവിടെ ഒരെണ്ണം പൊട്ടി മുളച്ച് കിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര വർഷം എടുക്കുമെന്ന് അറിയത്തില്ല. അത് ആ മൂലയിൽ ഭിത്തിയോട് ചേർന്നായിപ്പോയി. പിന്നെ ഒരു തെങ്ങും, പിന്നെ എന്താ ഉള്ളത്, ഈ പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഷോ പ്ലാന്റ്. ആൻഡ് ദെൻ വി ഹാവ് എ മാംഗോ ട്രീ. ഇത് പൂത്തിട്ടൊന്നുമില്ല, നമുക്ക് നോക്കാം അത് എപ്പോഴാണ് ഇതാവുന്നത്. പിന്നെ ആ സൈഡിൽ കിണറ്റിൻ്റെ അവിടെ വന്നിട്ട് വി ഹാവ് എൻ യെല്ലോ ഫ്ലവർ. അതെപ്പോഴും കൊളാമ്പി ഫ്ലവർ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് അറിയില്ല, ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. സോ ഇത് നല്ല എന്നും പൂത്തിരിക്കും. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. രാവിലെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കും. ദെൻ വി ഹാവ് കറിവേപ്പില. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഏത് വീട്ടിലാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നത്. ചില വീട്ടിൽ 3-4 എണ്ണമൊക്കെയാണ് ഉള്ളത്. അപ്പുറത്തെ പറമ്പിലൊക്കെ എല്ലാ വീട്ടിലും നോക്കിയാൽ അവിടെയൊക്കെ ഒരു കറിവേപ്പില ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം കിളിച്ചു വരുന്നത് ഇവിടെയും നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.